ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു പൂർണ്ണമായിട്ട് ഒരു സെപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അവർ ഇമോഷണലി ഈ ഒരു സമയത്ത് എത്രത്തോളമാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക. വീണ്ടും ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്? 6 ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്, 2 ഓഫ് വാൻഡ്സ്, 3 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 4 of cups, the star energy, page of cups, the emperor, 6 of swords, 4 of wands, the hierophant. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കപ്പ് എനർജിയാണ്. വൈകാരികപരമായിട്ട് നിങ്ങളിലേക്ക് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരുടെ മനസ്സിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊതിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു സമയത്ത് ഒരുപക്ഷെ അത്രയും നിങ്ങൾ തമ്മിൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം. പക്ഷെ പല സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കാം, ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് അത്രയും ബോണ്ടിങ് ഉള്ള ഒരു വ്യക്തികളായിരുന്നു. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും 6 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, എല്ലാ രീതിക്കും പേജ് ഓഫ് കപ്സ്, അതുപോലെ ജസ്റ്റിസും ജഡ്ജ്മെന്റും എല്ലാം ഈ ഒരു എനർജിയിൽ കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആരുടെയൊക്കെ റീഡിംഗ് ആണ് ഇത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ എന്ത് തന്നെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിപ്പോൾ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. അപ്പൊ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ജസ്റ്റിസ് എനർജിയാണ്. എങ്ങനെയൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിലും നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കാതിരുന്നതിൽ അവർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വേദന തോന്നുന്നുണ്ട്. നിങ്ങളിൽ നിന്നും പല പല സിറ്റുവേഷൻസ് കൊണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഈഗോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പല സിറ്റുവേഷൻസിൽ നിങ്ങളെ ചിലപ്പോൾ മാറ്റി നിർത്തി മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ഒരു സമയം ഓടിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളെ വേണ്ട എന്നുള്ള രീതിക്ക് ഇറങ്ങിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ചുറ്റിനുമുള്ള ആളുകളിൽ നിന്ന്, അതിപ്പോ ഫ്രണ്ട്സോ ഫാമിലിയോ ഓഫീസിലുള്ള ആളുകളോ, അതായത് ആ ഒരു യൂണിവേഴ്സിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഒരു സ്നേഹബന്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആദ്യ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഇട്ട് തട്ടിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സ് ഒരുപാട് വേദനയോടുകൂടി പിടയുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത ആഴത്തിൽ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങൾക്കൊരു നീതി നൽകണം എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്.
ആ ഒരു സ്നേഹം വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ നിലനിർത്താനും അതുപോലെ തന്നെ ആ ഒരു പരസ്പര സ്നേഹത്തെ കൈമാറി വീണ്ടും ഈ ഒരു ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും സ്വന്തമായിട്ട് തന്നെ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ മനസ്സുകൊണ്ട് കൊതിക്കുന്ന ഒരു വ്യക്തികളാണ്. ടു ഓഫ് കപ്സ് എന്നൊക്കെ പറയുമ്പോൾ പാർട്ണർഷിപ്പ് എനർജിയാണ്. വീണ്ടും ആ ഒരു പരസ്പര സ്നേഹത്തിന്റെ അതും ജെന്യുവിൻ ആയിട്ടുള്ള ആ ഒരു സിൻസിയർ ആയിട്ടുള്ള സ്നേഹത്തിന്റെ കണക്ഷൻ തന്നെയാണത്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് എല്ലാം വീണ്ടെടുക്കാനായിട്ട് മനസ്സുകൊണ്ട് ഒരുപാട് അല്ലെങ്കിൽ ഇമോഷണലി ഇവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ എത്രയും നിങ്ങൾ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നിങ്ങൾക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇമോഷണലി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ നിമിഷവും വളരെ weak ആയിട്ടാ കാണുന്നത്. എന്ന് വെച്ചാൽ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത അവരെ ഭയങ്കരമായിട്ട് ഒരു depressed സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം അത് എത്രത്തോളം സത്യസന്ധമായിരുന്നു, എത്രത്തോളം ഒരു genuinity ഉണ്ടായിരുന്ന ഒരു സ്നേഹമാണ് എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് നോവുന്നുമുണ്ട്. അതുപോലെ തന്നെ അവരിപ്പോ ഒരു dream world ലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ ഒന്ന് പഴയ രീതിയിൽ ആയിരുന്നെങ്കിൽ എന്നും അതുപോലെ ഇവര് കുറച്ച് effort എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ബന്ധം എത്ര നല്ല രീതിയിൽ പോകുമായിരുന്നു എന്നുള്ളത് imagine ചെയ്യുന്നുണ്ട്. ഇതൊരു dream world ന്റെ energy ആണ്. അപ്പൊ ആ ഒരു imaginary world ൽ ഇവരിപ്പോ നിൽക്കുകയാണ്, stuck ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് തന്നെ ആ ഒരു bonding നെ എത്തിക്കാനായിട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി hope ആണ് വന്നിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പൊ ആ ഒരു energy യിലേക്ക് നോക്കി കാണുന്നത്. സ്വന്തം മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. വളരെയധികം ഒരു pain നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സോടുകൂടിയാണ് നിങ്ങളുടെ person ന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ spread ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് Six of Cups ന്റെ energy ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ വളരെയധികം നെഞ്ചോട് ചേർത്ത് വെക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവരായിട്ട് തന്നെ മാറ്റി നിർത്തിയിട്ടൊക്കെ ഉണ്ടാവും. അതിപ്പോ സ്നേഹത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരുപാട് വാക്കുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം, promise കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ഇവർ പാലിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അതിലൊക്കെ ഭയങ്കരമായ ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ തോന്നി വീണ്ടും അവരുടെ നെഞ്ചോട് ചേർത്ത് നിങ്ങളെ നിർത്താനും നിങ്ങളുമായിട്ട് ആ ഒരു പഴയ രീതിയിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പൊക്കെ വീണ്ടെടുത്ത് ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഈ ഒരു ബന്ധത്തെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വിജയകരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുപോലെ നീതിപൂർവം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം. ഇതുവരെ അവർക്ക് അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം വേദനയോടുകൂടി തന്നെ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ നീതിപൂർവമായിട്ടുള്ള ഒരു റീബർത്ത് തന്നെയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആണെങ്കിലും ജസ്റ്റിസ് എനർജി ആണ്. നീതി നിലനിർത്തണം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സ്നേഹം അത് നിങ്ങൾക്ക് തന്നെ നൽകണം. നീതിപൂർവം എന്ന് പറയുമ്പോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആത്മാർത്ഥത റിലേഷൻഷിപ്പിൽ പുലർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു സ്നേഹബന്ധത്തിന്റെ വിജയമാണ്. എല്ലാ രീതിക്കും ആ ഒരു വിജയകരമായ രീതിയിലേക്ക് ഇതിനെ ഒന്ന് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഇവർ എല്ലാ രീതിക്കും ഇപ്പൊ വില്ലിങ് ആണ്. അപ്പൊ ഇവരുടെ മനസ്സും ഇവരുടെ സിറ്റുവേഷനും എല്ലാ രീതിക്കും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അവർ മാനസികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് എല്ലാ രീതിക്കും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. കാരണം വളരെ ഒരു മിസ്സിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു സമയം അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ മാത്രം അവർ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയങ്ങളിൽ അതിപ്പോ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന അവരുടെ ലൈഫിലെ എല്ലാ ടൈം ഫ്രീ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ ആ ഒരു സമയത്തെല്ലാം അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് പോയിട്ട് വളരെയധികം ഒരു ലോൺലിനെസ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളത് അവരിപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രസൻസ് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. വീണ്ടും ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് നിലനിർത്താനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു സെലിബ്രേഷൻ അഗെയിൻ കൊണ്ടുവരിക. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ റീകൺസിലേഷൻ കൊണ്ടുവരിക. അതുപോലെ സത്യസന്ധത നിലനിർത്തുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ക്യൂൻ ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം. അതിന് വളരെയധികം പ്ലാനിങ്ങോട് കൂടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സത്യസന്ധമായ വിജയമാണിത്. അതായത് നേരായ വഴിയിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അവർ ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഓർമ്മകളിലാണ്. ആരൊക്കെ അവരുടെ ചുറ്റിലുണ്ടെങ്കിലും നല്ല ജോലി ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ വൈസ് നല്ലതായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഉണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ മനസ്സിൽ ഒരു ശാന്തി ഇല്ല അല്ലെങ്കിൽ സമാധാനം ഇല്ല. നിങ്ങളുടെ സ്നേഹം
എല്ലാ രീതിക്കും തിരിച്ചു വേണമെന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് നോക്കുക. നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾ ബ്ലോക്ക് അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അല്ല നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കി നോക്കി ഒരു നെടുവീർപ്പിടുന്ന ഒരു അവസ്ഥ. വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് എന്നുള്ളത് ഇപ്പോഴാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഓർമ്മകൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം അവരെ അലട്ടുന്നത്. പക്ഷെ എങ്കിലും ഒരു പ്രതീക്ഷ, എവിടെയോ ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഘടന വീണ്ടെടുക്കാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് നിങ്ങളിലേക്ക് വരിക. നിങ്ങളുടെ മുന്നിൽ എല്ലാ രീതിക്കും സറണ്ടർ ആവുക. അവർ പറഞ്ഞിരിക്കുന്ന ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ, തെറ്റായ കാര്യങ്ങൾ അതെല്ലാം നിങ്ങളോട് ഏറ്റു പറയണം. നിങ്ങൾ ചിലപ്പോൾ അവരോട് പൊട്ടിത്തെറിക്കുമായിരിക്കും എന്നുള്ളത് അവരോട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ പൊട്ടിത്തെറികളെയൊക്കെ കീഴ്പ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കും. കാരണം നിങ്ങൾ അത്രയും പരസ്പരം മനസ്സിലാക്കിയ വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എത്ര വരെയും പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇമോഷണലി എത്രത്തോളം ഒരു വീക്ക് ആണെന്നുള്ളത്. വീക്ക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ചിലപ്പോൾ ഒച്ചപ്പാടോ ബഹളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ ദേഷ്യക്കാരൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ തന്നെ ദേഷ്യപ്പെടും, നിങ്ങൾ തന്നെ വേദനിക്കും. ഇതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. നിങ്ങൾ വളരെയധികം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ഒക്കെയാണ്. പക്ഷെ ജെന്യുവിനിറ്റി നിങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ്. ഇവരിലേക്ക് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങൾ കൊടുത്തവരുമാണ്. അതൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇവരിപ്പോൾ എല്ലാ രീതിക്കും മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് സറണ്ടർ ആവുക എന്നുള്ള രീതിക്ക് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 4 of Wands ന്റെ എനർജി കിട്ടിയിട്ടുണ്ട്. ഇതൊരു കമ്മിറ്റ്മെന്റ് കാർഡാണ്, മാനിഫെസ്റ്റേഷൻ കാർഡാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നും ഒന്നാകണമെന്നും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയും അതേ ഒരു മാനിഫെസ്റ്റേഷനിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ മാരേജ് പോലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഒരു വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞവരൊക്കെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു വീണ്ടുമുള്ള ഒത്തുചേരൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കമ്മിറ്റ്മെന്റ് കാർഡ് കാണിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാരേജ് നടക്കാനുള്ള പോസിബിലിറ്റി വന്നിട്ടുണ്ട്. കാരണം ഒരു സ്ട്രക്ചർ, ഒരു ഘടന വരാനായിട്ട് പോവുകയാണ്. അത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി എത്ര റിസ്ക് എടുക്കാനും തയ്യാറെടുത്ത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു ഇമോഷണൽ ഫീലിംഗ്സിൽ മെയിൻ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, എല്ലാം കപ്പ് എനർജിയാണ്, വൈകാരികപരമായ എനർജിയാണ്. അപ്പൊ വൈകാരികപരമായിട്ട് മനസ്സുകൊണ്ട് ഭയങ്കരമായ ഒരു കണക്ഷൻ ഇവർക്ക് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ള തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. കാരണം ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവര് നിങ്ങൾ പോയ വഴി ഇപ്പോ സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇവർ എങ്ങോട്ടാണോ തിരിച്ചു പോയത് അതേ വഴിയിൽ ഇവർ തിരിച്ച് നിങ്ങൾക്ക് പുറകെ വരികയാണ്. എന്നുവെച്ചാൽ സ്പൈ വർക്കാണ്, ചേസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ചേസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് ആരോടെങ്കിലൊക്കെ കൂടുതലായിട്ട് സംസാരിക്കുന്നതോ കാര്യങ്ങളോ ഒക്കെ ഇവർ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായ ഒരു jealous ഒക്കെ ഈ ഒരു സമയം നിങ്ങളോട് തോന്നുന്നുണ്ട്. അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കൂടുതലായിട്ട് ആരോടും അടുക്കരുത് എന്നൊക്കെ ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരുടെ ഒരു thoughts നിൽക്കുന്നത്. വൈകാരികപരമായിട്ട് ഇവരുടെ ഹൃദയത്തിലുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും അതൊരു എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കത്തോടു കൂടി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരിക, വിജയത്തോടു കൂടി ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് നയിക്കുക, അതും സത്യസന്ധമായിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് നയിക്കുക. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. വളരെയധികം ഒരു ലോൺലിനെസ് ഈ ഒരു സമയത്ത് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും നാളും അത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കില്ല. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു ഹാപ്പിനെസ് അവർക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ ഒരു സമയം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകാതിരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരായിട്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ മനസ്സുകൊണ്ട് കൊതിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇമോഷണലി ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സും ഇപ്പൊ മാറി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. വളരെയധികം ഒരു ഗിൽറ്റ് ഫീലോട് കൂടി തന്നെയാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ കുറ്റബോധത്തോടു കൂടിയാണ്. ഭയങ്കരമായ ഒരു കുറ്റബോധം ഇവരെ അലട്ടുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ചെറിയ രീതിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ തന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഹീലിംഗ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട്.
ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. എല്ലാ രീതിക്കും അവരുടെ ഉള്ളിൽ ആ ഒരു കളങ്കങ്ങളെല്ലാം പൂർണ്ണമായും കഴുകിക്കളഞ്ഞ് ഒരു ശുദ്ധമായ മനസ്സോടുകൂടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാം. ആത്മാർത്ഥമായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹം ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. കഴിഞ്ഞുപോയ നാളുകളൊക്കെ ഭയങ്കരമായിട്ട് ഓർത്തെടുക്കുന്നുണ്ട്. കുറച്ചൊരു പാനിക് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ചൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ. എങ്കിലും അവർക്ക് ഭയങ്കരമായ ഒരു ക്യൂരിയോസിറ്റി ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷൻസ് എങ്ങനെയായിരിക്കും, ഇവര് കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോഴും ഇവർക്കൊരു പെയിൻ ഉണ്ട് കേട്ടോ. കാരണം ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയമായിരിക്കാം. നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്നിട്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന ഒരു ബന്ധമൊക്കെയാണ് ഇത് എന്നുണ്ടെങ്കിൽ അതേ അവരായിട്ട് നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു വേദനയൊക്കെ തന്നു പോയവരാണെങ്കിൽ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അവർ ചെയ്തത് തെറ്റായി പോയി എന്നൊരു ചിന്തയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വീണ്ടും നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു സപ്പോർട്ടായിട്ട് കടന്നു വരിക, ഒരു പുതിയ ഉണർവാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സപ്പോർട്ടായിട്ട് കടന്നു വരാനും ഒരു രീതിയിലും പൂർണ്ണമായും നിങ്ങളെ ലോസ് ചെയ്യിക്കാതെ നിങ്ങളെ വീണ്ടെടുക്കാനും നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തുക, ഒരു forgiveness നടത്തുക, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ട്രസ്റ്റ് വീണ്ടെടുത്ത് അതിന്റെ ഒരു കറേജ് നിലനിർത്തി ആ ഒരു തടസ്സങ്ങൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കറുത്ത മറയെല്ലാം പൂർണ്ണമായും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലും ഇതിനെ വീണ്ടെടുക്കുക എന്നുള്ള രീതിക്ക് ഇമോഷണലി ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇമോഷണൽ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലൊക്കെയാണ് അവരുടെ ഒരു ഇമോഷണൽ തോട്ട്സ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സമയത്ത് അവരുടെ ഒരു ചിന്തകളിൽ എത്രത്തോളമാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കുറച്ച് ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ്, വിൻഡോ, എക്സ്പ്രഷൻ, ഹാർബർ, ലാംഗ്വേജ്, ബാലൻസ്, ഹിസ്റ്ററി, അഡ്വഞ്ചർ. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന പോളിഷ് ആണ്. ഈ ഒരു സമയത്ത് ആദ്യമേ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ പോലൊരു പേഴ്സണെ അവർക്ക് ലഭിച്ചതിൽ അവർ ഈ ഒരു യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. കാരണം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണെന്നുള്ള തിരിച്ചറിവും അതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ അവരുടെ മനസ്സിലൊരു ഹാപ്പിനെസ് വരുന്നുണ്ട്. ആ ഒരു സന്തോഷം അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരുടെ ലൈഫിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റിനെയാണല്ലോ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നാൽ വീണ്ടും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാനും നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ആ ഒരു സെലിബ്രേഷൻ ഒക്കെ തിരിച്ചു കൊണ്ടുവരാനും അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു നിമിഷം അവർക്ക് ലഭിച്ചു എന്നുള്ള രീതിക്ക് അവർ മാനിഫെസ്റ്റ് ചെയ്ത് അവർ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്നതായത് കൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിന്റെ ആ ഒരു സോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി അവർ തുറന്നിട്ട് കഴിഞ്ഞു. എല്ലാ രീതിയിലും നിങ്ങളെ കടന്നു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു മനസ്സിലേക്ക് അവർ കൊണ്ടുവരാനായിട്ട് തയ്യാറാണ്. അവർക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയേണ്ടത് എന്നുള്ളത് ആക്ച്വലി അറിയില്ല. ഏത് രീതിയിലാണ് അവരുടെ ഇമോഷൻസ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്കിലും അവർ ആ ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ അത്രയും ഒരു സോൾ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ നിങ്ങൾക്ക് അവരുടെ എനർജീനെ ഫീൽ ചെയ്യാൻ പലപ്പോഴും സാധിക്കുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരിക, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഒരു ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുമിച്ചായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു സൈൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്ര ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കിടയിൽ ആ ഒരു സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഫീലിംഗ് വരുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് തരാതിരുന്ന സ്നേഹവും കെയറിങ്ങും എല്ലാം ഇനി എല്ലാ രീതിക്കും ഒരു ഡീപ്പ് ആയിട്ടുള്ള രീതിക്ക് കെയർ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അഴിച്ചു പണിതിട്ട് ഇമോഷണലി ആ ഒരു പീസ് എന്ന് പറയുമ്പോൾ ആ ഒരു സമാധാനം
അത് കണ്ടെത്തി മുന്നോട്ടേക്ക് രണ്ടുപേരും ചേർന്നിട്ട് ഈ ഒരു ബന്ധത്തെ തുഴഞ്ഞു മുന്നോട്ടേക്ക് പോകണം. എന്ന് വെച്ചാൽ ഒരുമിച്ച് ഒരേ ദിക്കിലേക്ക് പോകണം എന്ന്. ഒരു സമയത്ത് ഇവർ ഇവരുടേതായ രീതിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇവരുടെ പുറകെ chase ചെയ്ത് പോയവരാണ്. എന്നാൽ ഇപ്പൊ അവരും കൂടെ നിങ്ങളിലേക്ക് വന്ന് ഒരുമിച്ച് ഈ ഒരു journey start ചെയ്യുക. അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു love languages കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ആ ഒരു telepathy connection എന്നുള്ളത്. നിങ്ങൾ തമ്മിൽ വളരെയധികം ഒരു love language വെച്ചൊക്കെ communicate ചെയ്യുന്നവരാണ്. അത്രയും നല്ലൊരു soul നിങ്ങൾക്കിടയിൽ connected ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഒരു husband and wife ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ lovers തന്നെ ആയിരിക്കാം. കാരണം ഇവിടെ ഒരു family energy ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തെ balance ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രണയം, സ്നേഹമാണെന്നുണ്ടെങ്കിലും പ്രണയം എന്ന് വെച്ചാൽ സ്നേഹം, ആത്മാർത്ഥമായ ഒരു സ്നേഹവും genuinity യും സത്യസന്ധതയും ഒരേപോലെ balance ചെയ്തിട്ട് ഈ relationship നെ എല്ലാ രീതിക്കും receive ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ആ ഒരു രീതിയിൽ നിങ്ങളെ സ്വീകരിക്കാനും അതുപോലെ ഇവരുടെ മനസ്സിനെ നിങ്ങൾക്ക് നൽകാനും okay ആ ഒരു രീതിയിലൊക്കെയാണ് ഇവർ emotionally ഇപ്പൊ feel ചെയ്യുന്നത്. ഇവിടെ adventure വന്നിരിക്കുന്നതുകൊണ്ട് സാഹസികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ. ചിലപ്പോൾ ഇവർ plan ചെയ്യുന്ന അതേ smoothness ൽ ഇത് പോകില്ലായിരിക്കും. ഇവർ വളരെ positive ആയിട്ട് വളരെയധികം ഒരു imaginary world ൽ നിന്നാണ് ഇതൊക്കെ plan ചെയ്യുന്നത്. അത് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിനുള്ള ആ ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ വളരെയധികം weak ആണ്. emotionally ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് connect ആവുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു dramatic ആയിട്ടൊക്കെ അവർ ചിന്തിക്കുന്നത്. പക്ഷേ എങ്കിലും അതൊക്കെ adventure ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിനെ polish ചെയ്തെടുക്കണം. പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകാതെ history ആണ്. ആ ഒരു പഴയ bonding ലേക്ക് ഇതിനെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു future ലേക്ക് polish ചെയ്ത് കൊണ്ടുപോവുക. അതിനുവേണ്ടി സ്വന്തമായിട്ട് എന്തൊക്കെ effort എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം വളരെ strong ആയി നിന്ന് തന്നെ അവർ effort എടുക്കാൻ തയ്യാറാണ്. mutual ആയിട്ട് തന്നെ. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് തയ്യാറാണെന്നുള്ളത് അവർക്കറിയാം. അപ്പൊ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് എല്ലാ രീതിക്കും ആ ഒരു പരസ്പരമായിട്ടുള്ള ധാരണയോടുകൂടി ഇതിന്റെ ഒരു growth നിലനിർത്തി മുന്നോട്ടേക്ക് വരിക. okay അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരിപ്പോ feel ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു reading ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു reading നിങ്ങൾക്ക് എത്ര പേർക്കാണ് resonate ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ comment ചെയ്ത് അറിയിക്കുക. അതുപോലെ resonate ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു energy നിങ്ങൾക്ക് നിങ്ങളുടെ life ലേക്ക് positive ആയിട്ട് തന്നെ claim ചെയ്യാവുന്നതാണ്. ആ ഒരു strong bonding നായിട്ട് നിങ്ങൾക്ക് claim ചെയ്യാവുന്നതാണ്. അപ്പോൾ reading ഉമായിട്ട് connect ചെയ്യുന്ന കുറച്ച് clues കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ relationship ആയിട്ടും നിങ്ങളുടെ person ആയിട്ടും clues കൂടെ എത്രത്തോളം connected ആണെന്നുള്ളതൊന്ന് check ചെയ്യുക. തൃക്കേട്ട, ഉത്രട്ടാതി, മൂലം എല്ലാം star ആണ് വന്നിരിക്കുന്നത്. ഇടുക്കി, M എന്നൊരു letter വന്നിട്ടുണ്ട്. U എന്നൊരു letter. ട്രിവാൻഡ്രം, ഉത്രം എന്നൊരു star. D എന്നൊരു letter. പുണർദം, കാലിക്കറ്റ്, ലിബ്ര zodiac sign ആണ്. H എന്നൊരു letter. 1972 വന്നിട്ടുണ്ട്. തൃശ്ശൂർ district. കാപ്രിക്കോൺ zodiac sign. B എന്നൊരു letter. കൊല്ലം. B ഒക്കെ repeat ചെയ്ത് വന്നിരിക്കുന്നതാണ്. ജൂൺ month. V എന്നൊരു letter. 1986. കാലിക്കറ്റ്. P. A എന്നൊരു letter. 42. കാസർഗോഡ്. ഓഗസ്റ്റ് month. തിരുവോണം. 34. പാലക്കാട്. S എന്നൊരു letter. ആലപ്പുഴ. 25. P എന്നൊരു letter. 3 എന്നൊരു number വന്നിട്ടുണ്ട്. വിർഗോ എന്നൊരു zodiac sign കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു clues ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ repeat ചെയ്ത് വന്നിരിക്കുന്ന clues ഉം അതുപോലെ clues മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന energies, situations, നിങ്ങളുടെ person energy, നിങ്ങളുടെ relationship ന്റെ situation ഇതെല്ലാം വെച്ച് നിങ്ങൾ connect ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു reading ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.